അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെറിയൊരു ദിക്റിനെ കുറിച്ചാണ്. അതിവേഗത്തിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് സങ്കടമുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ സുബ്ഹാനല്ലാഹു തആല ഉറപ്പായും ഉത്തരം നൽകുന്നതാണ്. ഇൻഷാ അല്ലാ. അള്ളാഹു നടത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് വേറൊരു ചിന്തയുമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് 33 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ അതുമല്ലെങ്കിൽ 313 പ്രാവശ്യമോ ചൊല്ലാം. എത്രയാണോ നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രയും പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാ ഫലം ഉറപ്പാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ കാര്യം നിയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ ഇൻഷാ അല്ലാ അള്ളാഹു താല അതിവേഗത്തിൽ ഉത്തരം നൽകുന്നതാണ്. ഇൻഷാ അല്ലാ. അള്ളാഹു താല എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് അള്ളാഹുവിനോട് തേടുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചോദിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് മറ്റൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ മനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ. കൂട്ടമായി ഇരിക്കുമ്പോൾ ശ്രദ്ധ നമ്മോട് മാറിപ്പോവും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടില്ല. അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതി നമുക്ക് ചൊല്ലാൻ കഴിയുന്നത്ര ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ചോദിക്കുക. ഇൻഷാ അല്ലാ അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. ഇൻഷാ അല്ലാ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്റാണ് നാം ചൊല്ലി ദുആ ചെയ്യേണ്ടത്. അത്രക്കും പവർഫുള്ളായ ഒരു ദിക്റാണ് ഇത്. ഇത് ചൊല്ലി ദുആ ചെയ്താൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ഉറപ്പാണ്. ഇൻഷാ അല്ലാ. ഈ ഒരു ദിക്ർ 33 പ്രാവശ്യമോ 100 പ്രാവശ്യമോ അല്ലെങ്കിൽ 333 പ്രാവശ്യമോ ചൊല്ലി നോക്കൂ. ഉറപ്പായും ഉത്തരം ലഭിക്കും. ഇൻഷാ അല്ലാ. ഉടനെ തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഈ ദിക്റിന് അത്രമേൽ മഹത്വമുണ്ട്, അത്രമേൽ പവർഫുള്ളായ ഒരു ദിക്റാണ്. ദുആയിൽ ഈ ഒരു ദിക്ർ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന് ഉത്തരം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും ആ ഒരു ആഗ്രഹം അള്ളാഹു സഫലീകരിച്ച് തരട്ടെ. സുബ്ഹാനല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റിത്തരട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹു തആല നാം എല്ലാവരെയും ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.